രാവിലെ തന്നെ കിടിലൊരു വാർത്തയുണ്ട്, കേൾക്കണോ? നമ്മുടെ ചെകുത്താനല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചത്തെറിയൊക്കെ വിളിച്ചു പറയുന്ന ഒരു ബോധമില്ലാത്ത ഒരാളുണ്ട്. ഇങ്ങനെ പോലീസ് രാവിലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് വന്നിരിക്കുന്നത്. തിരുവല്ല പോലീസാണ് FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് കംപ്ലൈന്റ് കൊടുത്തതെന്നൊക്കെ നമുക്ക് പതിയെ പറഞ്ഞു തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെകുത്താനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് ആരെയും പച്ചത്തെറി വിളിക്കാനൊന്നും ഒരു അവകാശവും ഇവിടെ ആരും കൊടുത്തിട്ടില്ല. കുറേ ആൾക്കാർ ഞാൻ ചെകുത്താനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് ചെകുത്താനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നിലവാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ചെകുത്താനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പച്ചത്തെറിയൊക്കെ കേട്ടിട്ട് ഇതൊക്കെ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ പോലുള്ള ആൾക്കാരുടെ നിലവാരം എന്താണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാന്നേ ഉള്ളൂ. അപ്പം അതിനൊന്നും നമുക്ക് മറുപടി കൊടുക്കാനില്ല. ചെകുത്താനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ ദുരന്തം നടന്ന സമയത്ത് മോഹൻലാൽ ആർമി യൂണിഫോമിൽ ചെന്നു എന്നുള്ള പേരിൽ വെറുതെ വന്നിരുന്ന മോഹൻലാലിൻ്റെ പേരിനോടൊപ്പം ഡാഷൊക്കെ ഇട്ട് അങ്ങ് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആൾക്കാരെല്ലാം കാണുന്ന ഒരു പബ്ലിക് ഇടത്ത് വന്നിട്ട് പച്ചത്തെറി വിളിച്ചു പറയുക. ഇതിൻ്റെ പേരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇമാതിരി കലാപരിപാടിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചെകുത്താൻ. ഇതുപോലെ തന്നെ വേറൊരെണ്ണം ഉണ്ട്, ചെകുത്താൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആറാട്ട് സന്തോഷ് വർക്കി. ആറാട്ട് സന്തോഷ് വർക്കിയുടെ ഒരു രീതിയും പാറ്റേണും ഒക്കെ വ്യത്യസ്തമാണ്. പുള്ളിക്കാരന് വിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പണി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ മോഹൻലാലിനെ സമൂഹ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന തിരുവല്ല സ്വദേശി പിടിയിൽ. തിരുവല്ല മഞ്ഞാടി അമല്ലൂർ മഠത്തിൽ വീട്ടിൽ അജു അലക്സ് 42 തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. അജു അലക്സ് തിരുവല്ല, അതാണ് പേരും കാര്യങ്ങളും ഒക്കെ, തിരുവല്ലക്കാരനാണ്. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അജു അലക്സ് ഇട്ട വീഡിയോകൾ ആണ് കേസിന് ആധാരം. അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്, നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. അപ്പോൾ ഈ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തെറി വിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ട് കേസെടുത്തപ്പോൾ ആളെ ഒളിവിൽ പോയിരുന്നത് അവിടുന്ന് പോയി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പോലീസ്. യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവർ കാണുന്നതിനും സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും താരത്തിന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കൂടി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നും FIR ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു വാർത്തകളുണ്ട്. നേരത്തെ സിനിമ നിരോധനത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുമെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെയും പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു. നടീനടന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നു എന്ന് കാണിച്ച് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടന അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി നടൻ ബാലയാണ്. ബാല വഴി അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിൻ്റെ അടുത്ത് പരാതി ചെല്ലുന്നു, പരാതി പോലീസിൽ കൈമാറുന്നു. അങ്ങനെ വീരശൂര പരാക്രമിയായിട്ടുള്ള 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാളെ വിട്ടയച്ചിട്ടുണ്ട് വാൺ ചെയ്ത്, മറ്റൊരാൾ ഇപ്പോൾ കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഒരു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം, ബോധത്തോടെ സംസാരിക്കണം. കിളി പറഞ്ഞവന്മാരൊക്കെ ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലതും നമ്മൾ കാണേണ്ടി വരും. പ്രായോഗിക ബുദ്ധി ഇല്ലാത്തവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ബാലെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടും കാര്യങ്ങൾ നടക്കും.